ഹായ് കൂട്ടുകാരെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ചെട്ടിനാർ പാലസാണ്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് ചെട്ടിനാർ പാലസ് എന്ന് പറയുന്നത്. അതിലൊരു പ്രധാന പ്രത്യേകത പറയുമ്പോൾ ഇന്ത്യൻ ബാങ്കിൻ്റെ സ്ഥാപകരാണ്. ഈ ചെട്ടിനാർ പാലസിനുള്ളിൽ പ്രവേശിക്കാൻ പ്രത്യേക പെർമിഷൻ വേണം. എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഭാഗ്യം എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എടുത്തിരുന്ന വീഡിയോ ആണിത്. അപ്പോൾ എനിക്ക് ഇത് കാണാനൊരു അവസരം കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് ഒരവസരം നൽകുകയാണ്. നിങ്ങൾ കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ ആൾക്കാരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. ഈ കാണുന്നത് ചെട്ടിനാട് ഈ നിവാസികൾ ഉപയോഗിച്ചിരുന്ന പ്രധാന ജലസ്രോതസ്സാണ് ഈ കാണുന്ന കുളം എന്ന് പറയുന്നത്. ഇതിനടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ ചെട്ടിനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ 56 ഗ്രാമങ്ങളും പുതുക്കോട്ടൈ ജില്ലയിലെ 20 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്തെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്ന ഒരു പേരാണ് ചെട്ടിനാടെന്ന് പറയുന്നത്. ഇവിടെ വരാനുള്ള പ്രധാന വഴികൾ വരാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനടുത്തുള്ളൊരു പ്രധാന പട്ടണമാണ് കാരേക്കുടി എന്ന് പറയുന്നത്. ഈ കാരേക്കുടി തന്നെ കാരേക്കുടി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ബസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ എങ്ങനെ വരച്ചാൽ കാരേക്കുടി എന്ന് പറയുന്നത് ദേവക്കോട്ട, പുതുക്കോട്ട, അറന്താങ്കി ഇങ്ങനെ ടൗൺ ബസ്സൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്, ഈ ചെട്ടിനാടിൽ ഉൾപ്പെടുന്നതാണ് ഈ ഭാഗങ്ങളെല്ലാം. ഈ ചെട്ടിനാട് എന്ന് പറയുന്നത് നല്ല സമ്പന്നരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരുടെ ഒരു വീടാണ് ഈ കാണുന്ന ഈ കൊട്ടാരം എന്ന് പറയുന്നത്. അവരുടെ വീട് നമ്മുടെ കൊട്ടാരം. അപ്പോൾ ഈ കാണുന്നതാണ് ഈ കൊട്ടാരത്തിനകത്തോട്ടുള്ള പ്രവേശന കവാടം എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് ചുറ്റിക്കറങ്ങി നോക്കുമ്പം തന്നെ ഇവിടുത്തെ ഒരു മേഘവും ഇതെല്ലാം കൂടിയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഐശ്വര്യ, ഒരു ഭംഗി തോന്നും കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒരു കാര്യം കാണിച്ചു തരാം. ആ ഒരു പ്രത്യേക ഒരു രസം അവിടെ കാണാൻ വേണ്ടിയിട്ട് തന്നെ. അതൊന്ന് കണ്ട് ആസ്വദിച്ചിട്ട് വരും. ഓക്കേ. ഇവിടെ അതുപോലെ തന്നെ പ്രമുഖരായ ഒരുപാട് വ്യക്തികളുണ്ട്. അവരാണല്ലോ ഈ ഒരു സംഭവങ്ങൾ. അപ്പോൾ അവരെക്കുറിച്ചും കൂടെ ഞാൻ പറയാം, ലാസ്റ്റ് അവരെക്കുറിച്ച് പറയാം. പിന്നെ ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകതകൾ പറയാം. ഈ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന സദ്യക്ക് തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. സാധാ സദ്യയല്ല, അങ്ങനെ എല്ലാത്തിനും ഒരു വെറൈറ്റിയാണ്. അപ്പോൾ നമുക്കിതിനുള്ളിലോട്ട് പ്രവേശിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിൻ്റെ വലിയൊരു മുറ്റം എന്ന് പറയുന്നത്. അതിവിശാലമായിട്ടുള്ള മുറ്റം, ക്രിക്കറ്റ് കളിക്കാൻ കേട്ടോ. അത്രയ്ക്ക് ഒരുപാട് സ്ഥലം, ഗ്രൗണ്ട് പോലെയൊക്കെ തോന്നുന്നേ കണ്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ ഇവിടുത്തെ തടി വർക്കൊക്കെ തേക്ക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ടൈല് കൊണ്ടുവന്നിട്ടുള്ളത് പല സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിവിശാലമായ മുറ്റം, അതുപോലെ തന്നെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഫർണിച്ചറുകളും വസ്തുക്കളൊക്കെ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റലിയിൽ നിന്ന് മാർബിൾ കൊണ്ടുവന്നിട്ട് ഇറ്റലിയിലെ മാർബിളാണ് ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. അതുപോലെ ബർമയിൽ നിന്ന് കൊണ്ടുവന്ന തേക്കിൻ തടികളാണ് ഇവിടെ എല്ലായിടത്തും മരവർക്ക്, തടി വർക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഇന്തോനേഷ്യയിൽ നിന്നും പാത്രങ്ങൾ വരെ അവർ എവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് നോക്ക്. ഇന്തോനേഷ്യയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന് പരലുകൾ എന്ന് പറയുമ്പോൾ എന്താണത് എനിക്ക് കറക്റ്റായിട്ട് കൊണ്ട് പിടിയിട്ടിട്ടില്ല. ബെൽജിയത്തിൽ നിന്നും കണ്ണാടികൾ, കണ്ണാടികളെല്ലാം ബെൽജിയത്തിൽ നിന്നും കൊണ്ടുവന്നു. അതുപോലെ കരൈ എന്നറിയപ്പെടുന്ന ഒരു തരം ചുണ്ണാമ്പ് കല്ല് ഉപയോഗിച്ച് അവരവിടെ മാർബിൾ അങ്ങനെയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ചുമരിൽ അടിച്ചിരിക്കുന്ന പറഞ്ഞൊരു പ്രത്യേക മിശ്രിതം എന്ന് പറയുന്നത് മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുള്ളൊരു മിശ്രിതം. അത് ഭയങ്കര തണുപ്പാണ് നൽകുന്നത്. അതിനകത്ത് കയറുമ്പോഴത്തേക്കും ഭയങ്കര കൂളിങ്ങാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മേൽക്കൂര വർക്കൊക്കെ നോക്കി, മേൽക്കൂരയും അതിലുള്ള പെയിൻറ്റ് വർക്കിങ്ങും ഒരു കൊട്ടാരമല്ലേ. അപ്പോൾ ഇത് സൂപ്പറായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ ഈ അത്തക്കുടി, ഞാൻ നേരത്തെ പറഞ്ഞ ബസ് റൂട്ടിൽ പോലെ അത്തക്കുടി എന്ന് പറയുന്ന ടൈൽ ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട്. അത്തക്കുടി എന്ന പേരിൽ അറിയപ്പെടുന്ന ടൈലുകൾ. ആ ടൈലുകൾ പല തരത്തിൽ നമുക്കെല്ലാം തിട്ടപ്പെടുത്താനുള്ള പല നിറത്തിലുള്ള ടൈലുകൾ കിട്ടും. അത് പാരമ്പര്യമായിട്ട് പണ്ടേ ഇവരങ്ങനെ അവിടുത്തെ മണ്ണ്, അവിടുത്തെ ഗ്ലാസ്, അവിടുത്തെ പേര് ഇങ്ങനെ എന്തൊക്കെ കൊണ്ട് നിർമ്മിക്കുന്നതാണ് ആ ടൈലുകൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ കിട്ടും.
നോക്കൂ എന്ത് രസമാണ്, എന്തൊരു തിളക്കമെല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി ഇവരുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളെ കുറിച്ച് പറയാം. മെഡിക്കൽ എന്തൊക്കെയാണ് ഇപ്പം അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയാണുള്ളതെന്ന് പറയാം. കെമിക്കൽ, ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്, ടെക്നോളജി എന്നിവയുടെ കോഴ്സുകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ശ്രദ്ധേയപരമായ കുറേ വ്യക്തികളുണ്ട്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ പ്രമുഖരായ വ്യക്തികളുണ്ട്. അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം പറയുന്നത് അളഗപ്പയാണ്, അളഗപ്പ ചെട്ടിയാർ. അളഗപ്പ ചെട്ടിയാറാണ് കാരേക്കുടിയിലും പരിസരങ്ങളിലുമുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപകൻ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ അളഗപ്പ സർവകലാശാല, അളഗപ്പ ചെട്ടിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അളഗപ്പ ടെക്നോളജി, അളഗപ്പ ഗവൺമെൻറ് ഓഫ് ആർട്സ് കോളേജ് അങ്ങനെ അറിയപ്പെടുന്നു. അടുത്ത വ്യക്തിയാണ് അണ്ണാമലൈ ചെട്ടിയാർ. ഈ അണ്ണാമലൈ ചെട്ടിനാണ് ഇന്ത്യൻ ബാങ്കിൻ്റെയും അണ്ണാമലൈ സർവകലാശാലയുടെയും സ്ഥാപകനാണ് അണ്ണാമലൈ ചെട്ടിനാർ. അദ്ദേഹത്തിന് ഞാൻ അവസാനം പരിചയപ്പെടുത്തുന്നത് ആരാണെന്നുള്ളത് ഫോട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പി ചിദംബരം എന്ന് പറയുന്നത് ഇവിടുത്തെ അംഗമായിരുന്നു. ഇവിടുത്തെ ഒരു പ്രമുഖ വ്യക്തിയാണ് പി ചിദംബരം. അറിയാത്ത ആരുമില്ലല്ലോ. ഇന്ത്യൻ മുൻ ധനകാര്യമന്ത്രിയായിരുന്നു പി ചിദംബരം. പിന്നെ അതുപോലെ ഉണ്ടായിരുന്ന പ്രമുഖ വ്യക്തികളിൽ അറിയപ്പെടുന്ന AV മെയ്യപ്പൻ. ഇദ്ദേഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തമിഴ് ഭാഷാ ചലച്ചിത്ര വ്യവസായമായ കോളിവുഡിൽ തന്നെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ചലച്ചിത്ര നിർമ്മാണ സ്റ്റുഡിയോ AV. അപ്പോൾ ഇനി ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവുമായ 2 പേരുണ്ട്. അവരാണ് രാമനാരായണനും SP മുത്തുരാമനും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ് നമ്മുടെ ചെട്ടിനാർ കൊട്ടാരം എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യൻ ബാങ്കിൻ്റെ സ്ഥാപകനെ കാണിച്ചു തരാമെന്ന്. അതാണ് ഇനി കാണാൻ പോകുന്നത്. നമ്മുടെ അണ്ണാമലൈ ചെട്ടിനാരാണ് ഇദ്ദേഹം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ